പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ വീട്ടിന് മുമ്പിൽ നിന്നുള്ള വീഡിയോ ആണ്. ഇത് കാണുന്ന റബ്ബർ മരമാണ്. റബ്ബർ മരത്തിൻ്റെ കൊമ്പ് ഈ കാറ്റും മഴയൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ഇതാവുകയും ലൈനിൽ തട്ടുകയും വലിയ ശബ്ദം ഉണ്ടാവുകയും സ്പാർക്ക്, അതായത് ഒരു മിന്നലടിക്കുന്ന പോലത്തെ ഒരു സ്പാർക്കും ഇടിമുട്ടുന്ന പോലത്തെ സൗണ്ടും ഒക്കെ ഉണ്ടാവലുണ്ട്. ഇത് കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. ചെറിയ രീതിയിൽ കാറ്റടിച്ചാൽ ഈ കൊമ്പ് വന്ന് ലൈനിൽ തട്ടും, സ്പാർക്കാവും, കറണ്ട് പോകും. നമുക്കൊരു 5-6 വീട്ടിൽ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തു നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ സൈഡിൽ തന്നെ 4-5 വീടുണ്ട്, അതിൻ്റെ അപ്പുറം ഒരു വീടുണ്ട്, അതേപോലെ മുകൾ ഭാഗത്ത് വീടുണ്ട്, അപ്പുറം അമ്പലമുണ്ട്. അവിടെയൊക്കെ ഇതേ അവസ്ഥയാണ്. ഒരു പ്രാവശ്യം ഈ സ്പാർക്ക് അടിച്ച് ഈ ലൈനിൽ തട്ടി നമ്മൾ നോക്കുന്ന ഒരു കാറ്റടിച്ച സമയത്താണ് സംഭവം. നോക്കുമ്പോൾ പുകയൊക്കെ പോകുന്നതാണ്. നോക്കുമ്പോഴേക്ക് റബ്ബർ മരത്തിൻ്റെ ആ ചോട്ടിൽ ഉണങ്ങിയ ചപ്പലുള്ള സമയത്ത് കാറ്റടിച്ചാടെ തീ വരെ കത്തിയിരുന്നു. അപ്പം വെള്ളം ഒഴിച്ച് കെടുത്തുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഒട്ടുമിക്ക രാത്രി മഴ പെയ്യുമ്പോൾ ഇത് തട്ടുകയും നല്ല സൗണ്ടും മിന്നൽ പോലെ സ്പാർക്കും വരാറുമുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇതെന്തെങ്കിലുമൊക്കെ ചെയ്ത് മരം മുറിച്ച് മാറ്റുകയോ കൊമ്പ് മാറ്റുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇവർ ലൈനിൽ തട്ടുന്ന കൊമ്പ് മാത്രമേ തട്ടി കളയാറുള്ളൂ KSEB. പക്ഷേ ഇത് കാറ്റടിക്കുമ്പോൾ ലൈനിൽ തട്ടുന്നുണ്ട്. അപ്പോൾ അത് അവർ കട്ട് ചെയ്ത് കളയില്ല. കുറേ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ല. 2 വർഷം മുമ്പ് ആ കാണുന്ന കൊമ്പ്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന കൊമ്പിൻ്റെ വേറൊരു കൊമ്പും കൂടിയാണ്. അത് പൊട്ടി ലൈനിൻ്റെ മുകളിൽ വീണ് റോഡ് തടസ്സപ്പെട്ട്. എന്നിട്ട് രാത്രി 12 മണി 1 മണി സമയത്താറ്റ 2 വർഷം മുമ്പ് ഞാനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് KSEB വന്നു, അതേപോലെ ഫയർഫോഴ്സ്, പോലീസൊക്കെ വന്നിട്ടാണ് മുറിച്ച് മാറ്റിയത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇന്ന് പുലർച്ചെ ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും നല്ല സ്പാർക്കും സൗണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ തന്നെ കറണ്ട് പോയി. ആ സമയത്ത് തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു. പിന്നീടാണ് കറണ്ട് വന്നത്. അപ്പം അധികൃതർ ഇതിനെന്തെങ്കിലുമൊക്കെ നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം ചില സമയങ്ങളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.